സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ VP സൂറ ദില്ലി ജന്തർ മന്ദിറിൽ നിരാഹാര സമരത്തിലാണ് ഉള്ളത്. അനിശ്ചിതകാല സമരമാണ്. മുസ്ലിം വ്യക്തി നിയമത്തിൽ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. നമുക്ക് VP സൂറയോട് ചോദിക്കാം, എന്തെല്ലാമാണ് ഈ സമരത്തിന്റെ ആവശ്യങ്ങൾ? ഈ സമരത്തിന്റെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പം മുസ്ലിം പേഴ്സണൽ ലോ റിഫോം ചെയ്യണം, ഒന്നാമത്തത്. അതില് പ്രധാനപ്പെട്ട കാര്യം പിന്നെ പിന്തുടർച്ചാവകാശമാണ്. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ, ഒരു അന്ധകരായി മാറിയിരിക്കുകയാണ് ഈ മുസ്ലിം പേഴ്സണൽ ലോ. മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള ഒരു അന്ധകരായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം പേഴ്സണൽ ലോ പരിഷ്കരിക്കണം. അതോടൊപ്പം തന്നെ പിന്തുടർച്ചാവകാശത്തിൽ സ്ത്രീകൾക്ക് തുല്യനീതി ലഭിക്കണം. ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ശരീഅത്ത് നിയമങ്ങളൊക്കെ തന്നെ പുരുഷന്മാരെ സംരക്ഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് സ്ത്രീകൾക്ക് തുല്യനീതി ലഭിക്കുന്നത് വരെ ഇവിടെ സമരം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അനിശ്ചിതകാല സമരമാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ, പക്ഷെ നീട്ടിത്തരാൻ വേണ്ടി വീണ്ടും കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയാൽ ഇവിടെ തന്നെ ഇരിക്കും, മരണം വരെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നത്. അത് അവര് തരൂലല്ലോ, പക്ഷെ എന്നാലും മാക്സിമം ശ്രമിക്കുന്നുണ്ട് കൂടുതൽ ദിവസം കിട്ടാൻ വേണ്ടിയിട്ട്. നിഷേധിച്ചാൽ എങ്ങനെയായിരിക്കും സമരത്തിന്റെ രീതി? പുറത്തിറങ്ങി എവിടെയെങ്കിലും ഇരിക്കും. എവിടെ ഇരുന്നെങ്കിലും നിരാഹാരം ഇരുന്നു കൊണ്ട് തന്നെ ഈ കാര്യം നേടിയെടുത്തിട്ടേ പോകുന്നുള്ളൂ. നേടിയെടുക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തീരുമാനമാവണം, അല്ലെങ്കിൽ ഇതോടെ അവസാനിക്കണം. അതാണ് എന്റെ തീരുമാനം. പല മുസ്ലിം സംഘടനാ നേതാക്കളൊക്കെ പറയുന്നുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ രീതി തന്നെയാണ് കാണുന്നത് എന്നൊക്കെ. തുല്യമായ രീതി പുരുഷന്മാർക്ക് ഇസ്ലാമിലില്ലാന്ന് ഞാൻ പറയുന്നില്ല. പ്രവാചകന്റെ കാലത്തൊക്കെ തുല്യനീതിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതല്ല, അതുകൊണ്ട് ഇസ്ലാമിൽ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ഇസ്ലാമിലുണ്ട്, പക്ഷെ ഇവിടുത്തെ മതനേതാക്കളും അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീവിരുദ്ധമായ ഒരു നിയമം ഇവിടെ ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾ ഇത്രയധികം ദുരിതം അനുഭവിക്കുന്നത്. പുരുഷന്മാരെ സംരക്ഷിക്കാനുള്ള എല്ലാ നിയമങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നിരവധി നിയമങ്ങളിൽ ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇപ്പം എന്താണ് ക്രിമിനൽ നിയമം ഇപ്പം നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമോ? ഇസ്ലാമിക രാഷ്ട്രമല്ലല്ലോ ഇത്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും നിരവധി കാര്യങ്ങൾ മാറി വന്നിട്ടുണ്ട്, പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മാത്രം ഈ ശരീഅത്ത് നിയമം എന്നും പറഞ്ഞ് സ്ത്രീകൾ ഇങ്ങനെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. കുറെ കാലങ്ങളായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി. നമ്മൾ കുറേയേറെ കാര്യങ്ങൾ അവയർനെസ് കൊണ്ട് ചെയ്തു നോക്കി. പിന്നെ നമ്മൾ എഴുതിക്കൊണ്ടുവന്ന് ചെയ്ത് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. 16 കൊടുത്ത കേസാണ് ഇതുവരെ ആയിട്ടാണെങ്കിൽ. ഇപ്പോഴാണ് ഈ സമരങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് അവര് പെട്ടെന്ന് കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. എത്രയും പെട്ടെന്ന് സുപ്രീം കോടതിന്റെ ഒരു നല്ലൊരു വിധി ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മളൊരു ഡ്രാഫ്റ്റ് ബില്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബില്ലെങ്കിലും ഇവിടെ നിയമസഭ പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണം. ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനേ പറ്റില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയൊന്നും വന്നില്ല, ഏത് രാഷ്ട്രീയ പാർട്ടികളാലും ഈ വിഷയത്തിൽ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ അവരോടൊപ്പം തന്നെ നിൽക്കും. രാഷ്ട്രീയ പാർട്ടിയുടെ ഈ വിഷയത്തിൽ ഒളിച്ചുകളിയുണ്ടോ ഇപ്പൊ നിലവിൽ? പിന്നെ അത് മാത്രമല്ല, അതൊക്കെ വോട്ട് രാഷ്ട്രീയമാണ്. ഇവര് ഈ മുസ്ലിങ്ങളെ പിണക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. ഇവര് ശരീഅത്ത് ഞങ്ങളാണ് പുരുഷന്മാർക്ക് മാത്രമുള്ള ശരീഅത്താണ്, ഞങ്ങളാണ് ശരീഅത്ത് സംരക്ഷകർ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് ആയാലും. പക്ഷെ അബാനു കേസിന്റെ സന്ദർഭത്തിൽ എന്താ ഉണ്ടായിരുന്നത്? സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ബില്ലുണ്ടാക്കാൻ അവർ സമ്മർദ്ദം ചെലുത്തി. അതുപോലെ തന്നെ വോട്ടിന് വേണ്ടിയാണ്, വോട്ട് ബാങ്കിന് വേണ്ടിയാണ് ഇവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതല്ല, സ്ത്രീകളുടെ വോട്ട് വാങ്ങിയിട്ടാണ് ഓരോരുത്തരും ഭരിക്കുന്നത്. അടക്കമുള്ള നേരത്തെ മുതൽ തന്നെ ഈ സമരവും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളൊക്കെ ആരംഭിച്ചതാണ്. കേന്ദ്ര സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതിന് മുമ്പ് പലതവണ എല്ലാ കേന്ദ്രങ്ങളിലും 2010 പ്രധാനമന്ത്രി മുതലുള്ള എല്ലാ ലീഡേഴ്സിനും എല്ലാ നേതൃത്വങ്ങൾക്കും ഞങ്ങൾ കത്തയക്കുകയും പോവുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് ലോ കമ്മീഷൻ ഞങ്ങളെ വിളിച്ചു. ലോ കമ്മീഷൻ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതിനോട് ലോ കമ്മീഷന്റെ അവർ പറഞ്ഞെന്താ വെച്ചാൽ ഞങ്ങൾ ഇതൊക്കെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോ അവരെന്താ ചെയ്യാന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ എല്ലാ വാതിലും മുട്ടിയിട്ടുണ്ട്. അവസാന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സമരത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. പിന്തുണ കൂടുതൽ ആളുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരും. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിലും പുറമെ നല്ല പിന്തുണ കിട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾ എനിക്ക് എഴുതുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. പലരും, ഒരുപാട് ആളുകൾ, ഒന്നും ആൾക്കാരൊന്നുമല്ല. അപ്പം ആ ഒരു സമൂഹത്തിന്റെ ഒരു പിന്തുണ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ നിശ്ശബ്ദരാക്കപ്പെടുന്നതാണ്. എല്ലാവർക്കും പേടിയാണ് ഈ വിഷയം പറയുമ്പോൾ. രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് പിന്തുണ നൽകാത്ത എന്തുകൊണ്ടാണ് അറിയില്ല. കഴിഞ്ഞ തവണ നമ്മൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തപ്പം ഈ കോടതിന്ന് കേരള മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ഇങ്ങനെ ഒരു കേസുണ്ട്, ഇതിന്റെ അഭിപ്രായം പറയാൻ വേണ്ടി.
അപ്പൊ അവരെന്താ ചെയ്തത്? കുറച്ച് പിന്നെ മുസ്ലിം യാഥാസ്ഥിതികരെ മാത്രം വിളിച്ചു, നേതൃത്വങ്ങളെ വിളിച്ചു, അവർ സംസാരിച്ചു. മുസ്ലിം സ്ത്രീകൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മൾ കുറെ പ്രൊട്ടസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാനാ? ശക്തമായ സമരം തുടരും. ശക്തമായ സമരം തുടരും. മരണം വരെ ഇവിടെ ഇരിക്കും. ഇനി ഇവിടെ തന്നെ പുറത്തു പോയാലും മരണം വരെ നിരാഹാരം തന്നെ കിടക്കും. എവിടെ ഇരുന്നെങ്കിലും നിരാഹാരം കിടക്കും. എന്തായാലും ശക്തമായ നിലപാടുമായാണ് VP സൂറ ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. മുസ്ലിം വ്യക്തി നിയമം അടക്കമുള്ള കാര്യങ്ങളുള്ള ആവശ്യങ്ങളോട് അനുതാപപരമായ സമീപനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ കടുപ്പിക്കും എന്ന നിലപാടാണ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.